പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇരിക്കെ മൂന്നാർ തീർത്ഥാടനം പുനരാരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് മല കയറി മൂന്നാറിലെത്തി. വേണ്ടി വന്നാൽ താനും കയറുമെന്ന് സീനിയർ പ്രതിപക്ഷ നേതാവ് VSന്റെ ഭീഷണിയുമുണ്ട്. സംഗതി പഴയതു തന്നെ, കയ്യേറ്റം. ഈ പറയുന്ന നിങ്ങൾ ഈ പെരുപ്പിച്ച് കാണിക്കുന്നുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല. നിങ്ങളെല്ലാം കൂടി ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവിടെ ഞങ്ങളൊന്ന് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങൾ ആ പാവങ്ങൾ, എനിക്കവിടെ നിലമൊന്നുമില്ല എങ്കിലും ഞാൻ അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക, ആ ജില്ലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ ചുമ്മാ ഒരുമാതിരി. ഇന്നലെ കേൾക്കുന്നേ, ഇന്നലെ രമേശ് ചെന്നിത്തല പോയി, അദ്ദേഹത്തിന് ഇതേപ്പറ്റി വല്ല വിവരമുണ്ടോ? പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ സാധനം വേണമല്ലോ. ഇല്ല, ഇങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, MM മണി ഇങ്ങനെ പറഞ്ഞു, ചെന്നിത്തലയ്ക്ക് ഇതേപ്പറ്റി വലിയ വിവരമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുത്തേരെ. അങ്ങ് പറയട്ടെ, അതിൻ്റെ ബാക്കിയും കൂടെ ഞാനങ്ങ് പറയാം, ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്ഥലത്തെത്തി കാര്യങ്ങളുടെ 4 വശവും പഠിച്ചതിന് ശേഷമാണ് കേട്ടോ പ്രശ്നത്തിൽ ഇടപെട്ടത്. நம்ம சொந்த ஆளு பிரசிடண்ட் சார், கடவுளே கடவுளே ചുറ്റി നടന്ന് കാണുക മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ചെയ്തത്, രാഷ്ട്രീയ അഭിപ്രായം ഏകീകരിക്കുകയും ചെയ്തു. UDF യോഗത്തിൽ പ്രധാനമായും നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട വിവിധ കക്ഷികളുടെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അതായത് CMP തുടങ്ങിയിട്ടുള്ള UDFലെ എല്ലാ കക്ഷി, ജനതാദൾ എന്നീ കക്ഷികളുടെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ UDF ജില്ലാ സമിതി കൂടിയ ശേഷം മറ്റു കാര്യങ്ങളെപ്പറ്റി ആലോചിക്കും. അങ്ങനെ ഒരു യോഗം മൂന്നാറിൽ വിളിച്ചു ചേർക്കാൻ LDFനാവില്ല. മറ്റു ഘടകകക്ഷികളുടെ കാര്യം പോകട്ടെ, CPIക്കും CPMനും ഒരുമിച്ചിരിക്കാനാവില്ല. CPI കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനും CPM ഒഴിപ്പിക്കുന്നവരെ ഓടിക്കാനും നിൽക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കയ്യേറ്റമാണ്. CPMൻ്റെ നേതാക്കന്മാർ സർക്കാർ ഭൂമികൾ കയ്യേറി അവർ യഥേഷ്ടം ഹോം സ്റ്റേകളും അതോടൊപ്പം തന്നെ ഭവനങ്ങളും നിർമ്മിക്കുന്നു എന്നുള്ള പരാതി വ്യാപകമാണ്. ഇവരെ പോലുള്ള കുറേ ആളുകളും കൂടെ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ചുമ്മാ ഒരുമാതിരി ഏർപ്പാടല്ലേ. രാജേന്ദ്രനെ ഇവർക്കറിയാവോ? എനിക്കറിയാവല്ലോ. അയാൾ അവിടെ ജനിച്ച ആളാണ്. അവിടെ പൂർവികന്മാർ മുതൽ അവിടെ ഉള്ള തമിഴ് വംശജനാണ്. മനസ്സിലായി? 15ാമത്തെ വർഷം 3ാം ടേണായിപ്പോൾ MLA ആകുക. അയാൾക്ക് പണി തീരാൻ ഒരു സ്ഥലമുണ്ട്, അതിന് പട്ടയമുണ്ട്, പണി തീരാത്തൊരു വീടുമുണ്ട്. ഇതാണ് ഇവിടെ KSCBയുടെയും PWDയുടെയും സ്ഥലം അനധികൃതമായി കയ്യേറി അവിടെ വീട് വെച്ചു എന്നുള്ള പരാതി MLAക്കെതിരായി നിലനിൽക്കുകയാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഇവിടെ അനധികൃതമായ തരത്തിൽ സർക്കാർ ഭൂമികൾ കയ്യേറി കെട്ടിടങ്ങൾ വെക്കുന്നു, ഹോം സ്റ്റേകൾ നടത്തുന്നു എന്നുള്ള പരാതിയും വളരെ വ്യാപകമാണ്. CPMൻ്റെ നേതൃത്വത്തിൽ തന്നെ മുതലപ്പുഴ 6 കയ്യേറി സൊസൈറ്റിക്ക് കെട്ടിടം വെച്ചത് ഞാൻ പോയി കാണുകയുണ്ടായി. ചെന്നിത്തലയല്ലേ, അദ്ദേഹത്തിന് ഇതേപ്പറ്റി വല്ല ധാരണയുണ്ടോ? അദ്ദേഹം ഇന്നലെ അവിടെ പോയിരുന്നു. അദ്ദേഹം എന്നെ അറിയാം. അവിടെ ഈ ഭൂമി കയറാൻ, അവിടെ ഭൂമി മൂന്നാറിൽ ഈ പറയുന്ന ഭൂമിയൊന്നുമില്ല. ഉള്ള ഭൂമി മുഴുവൻ കമ്പനിയുടെ കയ്യിലാണ്. പിന്നെ ഒരു 15 ഏക്കർ ഭൂമി കാണും, അതല്ലാത്തത് ആകെ മൂന്നാർ ടൗണ്, ദേവുളം, കച്ചേരി സെറ്റിൽമെൻറ്റ് എല്ലാം കൂടി. അതൊക്കെ ഇപ്പോൾ പരമാവധി ഗവൺമെൻറ് സംരക്ഷിച്ചിട്ടുണ്ട്. പണ്ട് മുതലേ കൈവശമുള്ള ആളുകൾക്ക് 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഭൂമി പട്ടയം കൊടുത്തിട്ടുണ്ട്.
അത് LDF ഗവൺമെൻറ് കൊടുത്തതാണ്. അതെ, അയാൾ LDF നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പിന്നെ അന്നത്തെ CPM നേതാവും പിന്നെ റവന്യൂ മന്ത്രിയായിരുന്ന ഇസ്മയിലാണ് പട്ടയമേള നടത്തി കൊടുത്തതാണ്. പട്ടയം ആ ഭൂമിയുണ്ട്. ഞാൻ അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ ഉള്ള ആളുകൾ, തദ്ദേശവാസികളായ ആളുകളോടും ഇവിടെയുള്ള ആളുകളോടും എല്ലാം സംസാരിച്ചപ്പോൾ അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കൈവശമുള്ള ഭൂമിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഭൂമിയിൽ CPM MLAയുടെ കയ്യേറ്റമുണ്ട് എന്നാണ് ആരോപണം. അതേക്കുറിച്ച് മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്ന് കേൾക്കാം. പണ്ടേ ഉണ്ടായതല്ലേ അത്? പണ്ടേ ഉണ്ടായതല്ലേ? പണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് MLA ആയിരുന്ന ഒരു ഗണപതിയുണ്ട് അവിടെ. അദ്ദേഹം പറഞ്ഞതാണ് യോഗത്തിൽ. ആ ഗണപതിയുടെ വീട് കയ്യേറ്റാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പലതും സൃഷ്ടിക്കപ്പെടുകയല്ലേ? അതാണല്ലോ വസ്തുത. രാജേന്ദ്രൻ്റെ വീട് പട്ടയ ഭൂമിയിലാണ് നിൽക്കുന്നത്. അത് നേരത്തെ വ്യക്തമാക്കപ്പെട്ട കാര്യം, ഒരുപാട് സമയം വ്യക്തമാക്കിയതാണ്. ഇനി പട്ടയമുണ്ടെങ്കിൽ അത് ഇനി വ്യാജ പട്ടയമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ അങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ട. ഈ കേസ് നടത്തിയ ആളാണ് അഡ്വക്കേറ്റ് അശോകൻ. അദ്ദേഹം ഒരു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. 92 KSC ബോർഡിൻ്റെ സ്ഥലം കയ്യേറിയതിനെ സംബന്ധിച്ച് രാജേന്ദ്രനും KSC ബോർഡും തമ്മിൽ ദേവികുളം മുനിസിപ്പൽ കോടതി കേസുണ്ടായിരുന്നു. അന്ന് KSC ബോർഡിൻ്റെ ഇടുക്കി ജില്ലയിലെ അഭിഭാഷകൻ ഞാൻ ഇവിടെ വന്ന് ആ കേസിൽ ഹാജരായിട്ടുണ്ട്, വാദിച്ചിട്ടുണ്ട്. ആ കേസ് KSC ബോർഡിന് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്ഥലത്തിന് അങ്ങനെ പട്ടയം കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. KSC ബോർഡിൻ്റെ സ്ഥലത്ത് പട്ടയം ആർക്കും കൊടുക്കത്തില്ല. അതല്ല ഇവിടെ MLA കേസ് തോറ്റു, ഇലക്ട്രിസിറ്റി ബോർഡിന് അനുകൂലമായി കേസ് വിധി ഉണ്ടായി. അപ്പോൾ സ്ഥലം ആരുടെ കയ്യിലാണ്? കോടതിയുടെ വിധി പ്രകാരം KSC ബോർഡിൻ്റെ കയ്യിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമിക്ക് ആര് പട്ടയം കൊടുത്തു? ഒരു കാര്യം ഞാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് അന്വേഷിക്കട്ടെ. ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു രാജേന്ദ്രൻ MLAയുടെ സ്ഥലം പട്ടയമുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? കയ്യേറ്റത്തിന് നേരെ ഒരു മൃദു സമീപനമില്ല. പക്ഷേ 450 വർഷമായി താമസിക്കുന്നവരുണ്ട്. അവർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ ചിലപ്പോൾ ഒരു കുറച്ച് ചൂടായി പെരുമാറിയെന്ന് വരും. കാരണം അവർ കയ്യേറ്റക്കാരല്ല. അപ്പോൾ അങ്ങനെയൊരു സംഗതി ഉണ്ട്. ഒഴിപ്പിക്കാൻ ചെല്ലുന്നവരുടെ കാല് തല്ലിയൊടിക്കുമെന്ന് രാജേന്ദ്രൻ MLA പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം. ഈ സാഹചര്യത്തിൽ അദ്ദേഹം ചൂടായിപ്പോയതായിരിക്കും. ഈ നിയമസഭാ അവകാശം നേടി ലാൻഡ് റവന്യൂ കമ്മീഷണർ, അതുപോലെ തന്നെ ഈ ഇപ്പം നിലപാടെടുക്കുന്ന സബ് കളക്ടറെയൊക്കെ അദ്ദേഹത്തിൻ്റെ സബ് കളക്ടർ തന്നെ കാല് വെട്ടണം എന്നൊക്കെ തന്നെ ഒരു ഭരണപക്ഷ MLA പറയുന്നു. അതുപോലെ മന്ത്രിക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ശരിയായ നിലപാടാണ്. അല്ല, കാലുവെട്ടണം എന്നാരും പറഞ്ഞില്ല എന്നാണ് പിന്നെ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അല്ല, ഒന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ ഒരു ഭാഗമേ പറഞ്ഞില്ല എന്നാണ്. എന്തും സൃഷ്ടിക്കാൻ വൈഭവമുള്ളവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അദ്ദേഹം പറയുന്നത് ഒന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ യാതൊന്നും പറഞ്ഞില്ല എന്ന് ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം അത് പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. സബ് കളക്ടറും വേറെ ഒന്നും പറയുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെയൊരു നിലയൊന്നും അവിടെയില്ല. അങ്ങനെയൊരു നിലയില്ലെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ ആ കൂട്ടരുണ്ടല്ലോ, എന്തും സൃഷ്ടിക്കാൻ വൈഭവമുള്ളവർ, അവരുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ഭൂമാഫിയയുടെ കയ്യിൽ നിന്നും അവർ എത്ര ഉന്നതരായാലും ഓരോ ഇഞ്ച് കയ്യേറ്റ ഭൂമിയും ഒഴിപ്പിച്ചെടുക്കുക തന്നെ വേണം. ആർജവത്തോടെ അതിന് മുതിരുന്നവരുടെ കൈവെട്ടും കാലുവെട്ടും, 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വിളിച്ചു കൂവുന്ന ഭൂമാഫിയകളെ നിലയ്ക്ക് നിർത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടമ. ഈ കൈകാര്യം തൊട്ടെന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പം മന്ത്രിയാണ്, പിന്നെ ഒരാളിപ്പം ഒരു ഉദ്യോഗസ്ഥന്റെ കൈ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞാൽ CPMന്റെ MLA ആണ്. അദ്ദേഹം ഭൂമാഫിയുടെ ആളാണ്. സംശയം വല്ലതും ഉണ്ടോ? പാർട്ടി നടപടി എടുക്കട്ടെ. പാർട്ടി അതെ, സബ് കളക്ടർ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നയാളാണ്. ഏത് സബ് കളക്ടർ ഞങ്ങൾക്കെന്നാ അവിടെ കേരള കർഷക സംഘത്തിന് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പോ.
മണിയാശാൻ പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് പൊളിമിക്സ് പോവുകയാണ് ഒരിടവേളയിലേക്ക്. ഏതായാലും VSൻ്റെയും സബ് കളക്ടറുടെയും കയ്യും കാലും ദൈവം തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ.